आज की हिंदी कक्षा में सभी को स्वागत है. ഇന്നത്തെ ഹിന്ദി ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. मुंशी प्रेमचंद जी द्वारा लिखा कहानी ईदगाह. पिछले कक्षा में हम पढ़ा कि ईदगाह की अपूर्व दृश्य एवं भ्रातृत्व का भाव, एकता की भाव. सब लोग नमाज पढ़ने के बाद आपस में गले मिलते हैं. उसके बाद मिठाई और खिलौने के दुकान की ओर जाते हैं. एक पैसे देने से हिंडोल चढ़ सकता है. हामिद के दोस्तों ने घोड़ों और ऊँटों पर बैठते हैं और मज़ा लेते हैं. हामिद के पास केवल 3 पैसे हैं. उसके बाद खिलौने लेने जाते हैं. सब तरह तरह के खिलौने हैं. सिपाही, गुंजरिया, राजा, वकील, बिश्ती, धोबिन और साधु. हर एक ने अपनी अपनी खिलौने के रूप की विशेषताएं बताते हैं. ये सब सुनकर देखकर हमारा केंद्र कथापात्र हामिद वहाँ खड़े रहता है. हामिद खिलौने की निंदा करता है. वो कहता है कि मिट्टी ही के तो है, गिरो तो चकनाचूर हो जाएं. लेकिन ललचाई हुई आंखों से खिलौनों को देख रहा है और चाहता है. നമ്മുടെ ഹാമിദ് കളിപ്പാട്ടങ്ങളെക്കുറിച്ച് നിന്ദിച്ചുകൊണ്ട് കുറ്റം പറയുകയാണ്. കാരണം അവന് വാങ്ങാൻ സാധിക്കില്ല, പക്ഷെ അവന് ആഗ്രഹമുണ്ട് വാങ്ങാൻ. പക്ഷെ അവൻ്റെ അടുത്ത് കേവലം 3 പൈസയേ ഉള്ളൂ. അത് കൊടുത്ത് കളിപ്പാട്ടം വാങ്ങാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടക്കാം. ചലത്തെ हैं अगली भाग की ओर. हामिद ललचाई हुई आंखों से खिलौनों को देख रहा है और चाहता है कि ज़रा देर के लिए उन्हें हाथ में ले सकता. അവൻ ആഗ്രഹിക്കുകയാണ് ഒരു കുറച്ച് നേരത്തേക്ക് ആ കളിപ്പാട്ടങ്ങളൊക്കെ ഒന്ന് കയ്യിലെടുക്കാൻ സാധിച്ചിരുന്നെങ്കിലെന്ന് അവൻ്റെ മനസ്സിൽ തോന്നുകയാണ്. ഉസ്കെ ഹാത്ത് അനായാസ് ഹി ലബക്തെ ഹെ. വളരെ പെട്ടെന്ന് തന്നെ അവൻ്റെ കൈകൾ കളിപ്പാട്ടങ്ങൾ വാങ്ങാനായിട്ട് അല്ലെങ്കിൽ കൂട്ടുകാരെ കയ്യിൽ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നീട്ടി കൈകൾ. അവനറിയാതെ തന്നെ ലബക്തെ എന്ന് പറഞ്ഞാൽ നീട്ടുക എന്നാണ് അർത്ഥം. लेकिन लड़के इतने त्यागी नहीं होते, विशेषकर जब अभी नया शौक है. ബോയ്സ് ചെറുപ്പക്കാലം അത്ര ത്യാഗികളായിരിക്കില്ല. വിവരം കുറഞ്ഞ പ്രായത്തിൽ മറ്റുള്ളവർക്കൊന്നും സ്വന്തം കളിപ്പാട്ടങ്ങളോ മറ്റ് വസ്തുക്കളോ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന കൂട്ടത്തിലായിരിക്കില്ല ബോയ്സ്. പ്രത്യേകിച്ചും അവരുടെ താല്പര്യത്തിനനുസരിച്ചേ അവർ കൊടുക്കാറുള്ളൂ. ഇവിടെയും അതുതന്നെയാണ് സ്ഥിതി. നമ്മുടെ ഹാമിദിൻ്റെ കൂട്ടുകാരും ത്യാഗികളൊന്നുമല്ല എന്നാണ് പറയുന്നത്. ലേക്കിൻ ലഡ്കെ ഇത്തനെ ത്യാഗി നഹി ഹോത്തെ, വിശേഷകർ ജബ് അഭി നയാ ഷോഖ് ഹെ എന്ന് പറഞ്ഞാൽ താല്പര്യം. ഹാമിദ് ലലച്താ രഹ് ജാത്താ ഹെ. നമ്മുടെ ഹാമിദ് അവിടെ ആഗ്രഹിച്ചു കൊണ്ട് തന്നെ നിൽക്കുകയാണ്. खिलौने के बाद मिठाइयाँ आती हैं. അതിനുശേഷം അവർ ഇങ്ങനെ ഓരോ കടകളിൽ ചെന്ന് ഓരോ സാധനങ്ങൾ വാങ്ങുകയും കളിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ. കളിപ്പാട്ടങ്ങൾ വാങ്ങിയതിനും അത് ആസ്വദിച്ചതിനും ശേഷം അവർ മിഠായി കടകളിലെത്തി. किसी ने रेवड़ियाँ ली है, किसी ने गुलाब जामुन, किसी ने सोहन हलवा. അങ്ങനെ അവരിൽ ചിലർ രേവടിയാം പലഹാര സ്വീറ്റ്സാണ്. അപ്പോൾ ഈ സ്വീറ്റ്സ് വിൽക്കുന്ന കടകളിൽ നിന്ന് ചിലർ രേവടിയാം വാങ്ങി. രേവടിയാം എന്ന് പറഞ്ഞാൽ എള്ളുണ്ട. അതുപോലെ ചിലർ ഗുലാബ് ജാമുൻ എന്ന് പറഞ്ഞാൽ
ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതാണ്. അതുപോലെ ചിലർ സോഹൻ ഹൽവ വാങ്ങിച്ചു. സോഹൻ ഹൽവ എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള ഒരു പലഹാരമാണ്. അങ്ങനെ ഓരോരുത്തരും പലതരത്തിലുള്ള മധുരമൂറുന്ന സ്വാദിഷ്ടമായ മിഠായികൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നു. മസേസെ കാ രഹേ ഹെ. അത് കൂടാതെ തന്നെ അവർ ആനന്ദിച്ചുകൊണ്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹാമിദ് ഉൻകി ബിരാദരി സെ പൃഥക് ഹെ. നമുക്കറിയാം, അവരെ പോലെയൊന്നുമല്ല നമ്മുടെ ഹാമിദ്. ഹാമിദ് ബിരാദരി സെ പൃഥക് ഹെ എന്ന് പറഞ്ഞാൽ തൻ്റെ ഫാമിലിയിൽ നിന്നൊക്കെ അകന്ന് വേറിട്ട അവസ്ഥയിലാണ് അവൻ ജീവിച്ചു പോരുന്നത്. അവന് അച്ഛനോ അമ്മയോ ഇല്ല. പൃഥക് എന്ന് പറഞ്ഞാൽ വേറിടുക, അലഘോന. ബിരാദരി എന്ന് പറഞ്ഞാൽ ഫാമിലി എന്നാണ് അർത്ഥം. അഭാഗ്യയ്ക്ക് പാസ് 3 പൈസേ ഹെ. അതുകൊണ്ട് തന്നെ അവൻ ഭാഗ്യം കെട്ടവനായത് കാരണം അവൻ്റെ കയ്യിൽ കേവലം 3 പൈസ മാത്രമേ ഉള്ളൂ. അവന് ഇത്തരത്തിലുള്ള പലഹാരങ്ങളൊന്നും വാങ്ങിക്കാനുള്ള പൈസ അവൻ്റെ കയ്യിലില്ല. ക്യോ നഹി കുച്ച് ലേക്കർ കാത്ത. അവൻ്റെ കയ്യിൽ 3 പൈസ ഇല്ലേ? അവൻ്റെ മനസ്സിൽ തോന്നുകയാണ്, എന്തുകൊണ്ട് ഇതൊന്നും വാങ്ങി കഴിച്ചൂടാ? ക്യോ നഹി കുച്ച് ലേക്കർ. എന്തെങ്കിലുമൊക്കെ വാങ്ങി കഴിച്ചൂടെ എന്ന് അവൻ്റെ ഉള്ളിൽ തോന്നുന്നുണ്ട്. പക്ഷേ അവൻ അതിന് ശ്രമിക്കുന്നില്ല. കാരണം അവൻ്റെ ദാദിയമ്മ കഷ്ടപ്പെട്ട് കൊടുത്ത പൈസയാണ്. അച്ഛനോ അമ്മയോ അവനില്ല. ആ ചിന്ത അവനുണ്ട്. ലൽച്ചായി ആങ്കോസെ ഉൻകി ഓർ ദേഖ്താ ഹെ. വളരെ ആഗ്രഹത്തോടു കൂടി തന്നെയാണ് അവൻ ഈ കൂട്ടുകാരുടെ അടുത്തേക്ക്, അവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ പലഹാരത്തിലേക്ക്, ഈ സ്വീറ്റ്സിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത്. മോഹ്സിൻ കഹ്താ ഹെ. അവരിൽ ഒരാളായ അവൻ്റെ കൂട്ടുകാരിൽ ഒരാളായ മോഹ്സിൻ പറയുകയാണ്, ഹാമിദ് രേവടി ലേജ കിത്നി ഖുശബൂദാർ ഹെ. മോഹ്സിൻ പറഞ്ഞു, ഹമീദ്, നീ ഈ രേവടി എള്ളുണ്ട എടുത്തോളൂ, വളരെ നല്ല സ്മെല്ലാണിതിന്. ഖുശബൂദാർ എന്ന് പറഞ്ഞാൽ സ്മെൽ. ഹാമിദ് കോ സന്ദേഹ ഹുവ യെ കേവൽ ക്രൂർ വിനോദ് ഹെ. മോഹ്സിൻ ഇത്തന ഉദാർ നഹി ഹെ. അത് കേട്ടപ്പോൾ നമ്മുടെ ഹാമിദിന് സംശയം തോന്നി. സന്ദേഹ ഹുവ യെ കേവൽ ക്രൂർ വിനോദ് ഹെ. ഇങ്ങനെ പറയുന്നത്, എടുത്തോളൂ എന്ന് പറയുന്നത് വളരെ ക്രൂരമായ വിനോദമാണ്. അതവനറിയാം, അവൻ പറ്റിക്കുകയാണെന്ന് അവനറിയാം. മോഹ്സിൻ ഇത്തന ഉദാർ നഹി ഹെ. അതുമാത്രമല്ല, അവൻ അത്ര നല്ലവനൊന്നും അല്ല, അത്ര നല്ല മനസ്സുള്ളവനൊന്നും അല്ല മോഹ്സിൻ. ലേക്കിൻ യെ ജാൻകർ ബി വഹ് ഉസ്കെ പാസ് ജാത്ത ഹെ. പക്ഷേ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ ഹാമിദ് അവൻ്റെ അടുത്തേക്ക് പോയി. ഇതെടുത്തോളൂ എന്ന് പറഞ്ഞപ്പോൾ, ഈ എള്ളുണ്ട എടുത്തോളൂ എന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ അടുത്തേക്ക് പോയി. മോഹ്സിൻ ധോനെ സെ ഏക് റേവടി നിക്കാൽ കർ ഹാമിദ് കി ഓർ ബടാത്ത ഹെ. അങ്ങനെ മോഹ്സിൻ, ഈ ധോന എന്ന് പറഞ്ഞാൽ ഇലക്കൂമ്പിളാണ്. ഇലക്കൂമ്പിളിൽ വെച്ചിട്ടാണ് നമ്മുടെ എള്ളുണ്ട മോഹ്സിൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മോഹ്സിൻ ധോനേസെ ഏക്ക് രേവടി, ആ ഇലക്കൂമ്പിളിൽ നിന്ന് ഒരു എള്ളുണ്ട എടുത്തിട്ട് ഹാമിദ് കി ഓർ ബടാത്ത ഹെ, ഹാമിദിന് നേരെ നീട്ടി. ഹാമിദ് ഹാത്ത് ഫൈലാത്ത ഹെ. അത് കണ്ടപ്പോൾ ഹാമിദും കൈ നീട്ടി. മോഹ്സിൻ രേവടി അപ്നെ മൂമേ റഖ് ലേത്ത ഹെ. പക്ഷേ അവന് കൊടുക്കാതെ തന്നെ മോഹ്സിൻ എന്താണ് ചെയ്തത്? സ്വന്തം വായ്ക്കകത്ത് എള്ളുണ്ട കയറ്റി വെച്ചു. അവന് കൊടുത്തില്ല. മഹ്മൂദ് നൂറെ ഓർ സമ്മി ഖൂബ് താലിയ ബജ ബജാക്കർ ഹസ്തേ ഹെ. ഇത് കണ്ട് മഹ്മൂദും നൂറെ ഓർ സമ്മി ഖൂബ് താലിയ ബജ ബജാക്കർ ഹസ്തേ ഹെ. മഹ്മൂദും നൂറയും സമ്മിയും ഇത് കണ്ടിട്ട് കൈയടിക്കാൻ, ചിരിക്കാനും തുടങ്ങി. ഹാമിദ് കിസിയാം ജാത്ത ഹെ. ഇത് കണ്ടപ്പോൾ നമ്മുടെ ഹാമിദ് പാവം ചമ്മിപ്പോയി. കിസിയ എന്ന് പറഞ്ഞാൽ ചമ്മിപ്പോവുക.
मोहसिन, अच्छा अब की ज़रूर देंगे हमीद, അല്ലാ കസം ലേ ജായേ. അങ്ങനെ കൂട്ടുകാർ അവനെ കളിയാക്കുകയും ചിരിക്കുകയും കൈ അടിച്ച് രസിക്കുകയും ചെയ്ത സമയത്ത് നമ്മുടെ മുഹസിൻ പറയുകയാണ്, ശരി അബ് കി ജറൂർ ദേങ്കെ ഹമീദ്, ഇനി ശരിക്കും ഞാൻ തരാം. അല്ലാ കസം, പടച്ചോനെ സത്യം ചെയ്തുകൊണ്ട് പറയുകയാണ്, നീ എടുത്തോളൂ, ലേ ജായേ. ഹമീദ്, റക്കേ രഹോ, ക്യാ മേരെ പാസ് പൈസ നഹീ ഹെ, അത് നീ തന്നെ വെച്ചോളൂ, എന്താ എൻ്റെ കയ്യിൽ പൈസയില്ലേ എന്ന് ഹാമിദ് തിരിച്ച് മറുപടി കൊടുത്തു. സമ്മി, തീൻ ഹി പൈസേ തോ ഹെ, തീൻ പൈസേ മേ ക്യാ ക്യാ ലോഗേ. അങ്ങനെ സമ്മി അത് കേട്ടപ്പോൾ പറയുകയാണ് ഹാമിദിനോട്, 3 പൈസയല്ലേ ഉള്ളൂ, 3 പൈസ കൊണ്ട് എന്തൊക്കെ വാങ്ങിക്കാനാണ്. മുഹമ്മദ്, ഹംസെ ഗുലാബ് ജാമുൻ ലേ ജാവോ ഹമീദ്. മുഹസിൻ, ബദ്മാഷേ. ഇത് കേട്ടപ്പോൾ മഹ്മൂദ് പറഞ്ഞു, നീ എൻ്റെ അടുത്തുനിന്ന് ഗുലാബ് ജാമുൻ എടുത്തോളൂ. മുഹസിൻ ദുഷ്ടനാണ്, ബദ്മാഷ് എന്ന് പറഞ്ഞാൽ ദുഷ്ടൻ. ഹാമിദ്, മിഠായി കോൻ ബഡി നേമത്ത് ഹെ, കിതാബ് മേ ഇസ്കി കിത്നി ബുറായിയാ ലിഖി ഹെ. അത് കേട്ടപ്പോൾ ഹാമിദ് പറഞ്ഞു, ഈ മിഠായി വാങ്ങിക്കുക കഴിക്കുക എന്ന് പറയുന്നത് നിയമമൊന്നുമല്ലല്ലോ, നേമത്ത് നിയമമൊന്നുമല്ലല്ലോ. കിതാബ് മേ ഇസ്കി കിത്നി ബുറായിയാം ലിഖി ഹെ, പുസ്തകങ്ങളിലൊക്കെ ഇതിനെപ്പറ്റി ഇതിൻ്റെ മോശം, ഇത് കഴിച്ചാലുണ്ടാകുന്ന അപകടങ്ങളും ചീത്തയാണെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. മോഹസിൻ, ലേക്കിൻ ദിൽ മേ കർ ഹേ ഹോംഗെ കി മിലെ തോ ഖാ ലേ. അപ്പോൾ മോഹസിൻ തിരിച്ചു പറയുകയാണ്, നിൻ്റെ മനസ്സിൽ ഒരു പക്ഷേ ഇങ്ങനെ പറയുന്നുണ്ടാവും, കിട്ടിയാൽ കഴിക്കാമെന്ന്. ദിൽ മേ കർ ഹേ ഹോംഗെ കി മിലെ തോ ഖാ ലേ, അപ്നെ പൈസേ ക്യോ നഹീ നിക്കാൽത്തെ. എന്താണ് സ്വന്തം പൈസ, ആ 3 പൈസ എടുക്കാത്തത് ഇതൊന്നും വാങ്ങിക്കാൻ എന്ന് മുഹസിൻ ചോദിക്കുകയാണ്. महमूद, हम समझते हैं इसकी चालाकी, जब हमारे सारे पैसे खर्च हो जाएंगे तो हमें ललचा कर खाएगा. മുഹമ്മദ് പറയാണ്, ഞങ്ങൾക്കറിയാം ഇത് നിൻ്റെ സൂത്രമാണ്, ചാലാക്കി സൂത്രം. ജബ് ഹമാരെ സാരെ പൈസെ ഖർച്ച് ഹോ ജായെങ്കെ തോ ഹമേ ലളിച്ച കർ ഖായേഗ. നിൻ്റെ സൂത്രം ഇപ്രകാരമായിരിക്കാം, ഒരു പക്ഷേ ഞങ്ങളുടെ കയ്യിലുള്ള പൈസയൊക്കെ ചിലവായതിന് ശേഷം ഖർച്ചോന ചിലവാവുക, അപ്പോൾ നിനക്ക് ഞങ്ങളെ കൊതിപ്പിച്ച് ഇതൊക്കെ വാങ്ങി കഴിക്കാം എന്നത് സൂത്രം നീ ചിന്തിക്കുന്നുണ്ടാകാം എന്ന് മഹ്മൂദ് പറഞ്ഞു. മിഠായിയോ കെ ബാദ് കുച്ച് ദുക്കാനെ ലോഹെ കി ചീസോ കി ഹെ. അങ്ങനെ മിഠായി വിൽക്കുന്ന കടകളും കഴിഞ്ഞതിന് ശേഷം, അതിനു മുന്നേ നമ്മൾ പഠിച്ചു കളിപ്പാട്ടങ്ങളുടെ കടകളായിരുന്നു, അതിനുശേഷം മിഠായി കടകളായിരുന്നു, അതിനും ശേഷം ഇരുമ്പിൻ്റെയും ചെമ്പിൻ്റെയും മറ്റു പാത്രങ്ങളും കാര്യങ്ങളൊക്കെ വിൽക്കുന്ന കടകളാണ്. മിഠായിയോ കെ ബാദ് കുച്ച് ദുക്കാനെ ലോഹയ്ക്ക് ചീസോ കി ഹെ. ലോഹ എന്ന് പറഞ്ഞാൽ ഇരുമ്പും ചെമ്പും ഒക്കെ വിൽക്കുന്ന പാത്രങ്ങളുടെയൊക്കെ കട. കുച്ച് ഖിലറ്റ് ഓർ കുച്ച് നക്ലി ഗഹനോ കി. അതുപോലെ തന്നെ അവിടെയുള്ള കടകൾ, ഇപ്രകാരമുള്ള കടകളും അവിടെയുണ്ട്. ഗിൽറ്റ് എന്ന് പറഞ്ഞാൽ സ്വർണ്ണ നിറം പൂശിയ എന്നാണ് അർത്ഥം, ഗിലറ്റ്. ഓർ കുച്ച് നക്ലി ഖനോക്കി, അതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ഓർണമെൻറ്റ്സ് എന്നാണ് നക്ലി ഗഹനോ എന്ന് പറഞ്ഞാൽ, അതൊക്കെ വിൽക്കുന്ന കടകളും അവിടെയുണ്ട്. ലഡ്കോं के लिए यहाँ कोई आकर्षण ना था. ബോയ്സിനെ സംബന്ധിച്ച് ആ കട അവരെ ആകർഷിച്ചില്ല. കാരണം അവിടെ ഓർണമെൻറ്റ്സും മറ്റ് പാത്രങ്ങളും കാര്യങ്ങളൊക്കെയാണുള്ളത്. അതുകൊണ്ട് തന്നെ അതുമായിട്ട് അവർക്കൊരു ബന്ധവുമില്ല. വോ സബ് ആകെ ബഡ് ജാത്തെ ഹെ. അങ്ങനെ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു.
ഹാമിദ് ലോഹെ കി ദുക്കാൻ പർ റുക് ജാത്ത ഹെ. പക്ഷേ നമ്മുടെ ഹാമിദ് ആ കടയുടെ മുന്നിൽ നിന്നു, അവൻ പോയില്ല. കൈ ചിമുട്ടെ രखे हुए थे. അവിടെ ആ കടകളിൽ ലോഹയ്ക്ക് ദുക്കാൻ മേ ചിമുട്ടെ രखे हुए थे. ചിമുട്ടെ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ചവണ അല്ലെങ്കിൽ ഹിന്ദിയിൽ പക്കട് എന്ന് പറയും. ഈ ചൂടുള്ള സാധനങ്ങളൊക്കെ പിടിച്ച് പുറത്തേക്ക് വയ്ക്കുന്ന സാധനമാണ് ചിമുട്ടെ. उसे ख्याल आया दादी के पास चिमटा नहीं है. അവന് ഓർമ്മ വന്നു, അവന് ചിന്ത വന്നു, ദാദി അമ്മയുടെ അടുത്ത് ചിമിട്ട ഇല്ല. ഈ ചൂടുള്ള സാധനങ്ങളൊക്കെ പിടിച്ച് താഴത്തേക്ക് വെക്കുന്ന അല്ലെങ്കിൽ പുറത്തേക്ക് എടുക്കുന്ന ഒരു ഉപകരണമാണ് ചിമിട്ട. അത് ദാദി അമ്മയുടെ അടുത്ത് ഇല്ല. ആ ചിന്ത വന്നപ്പോഴാണ് അവൻ ആ കടയുടെ മുന്നിൽ നിന്നത്. അത് കണ്ടപ്പോൾ തവേ സെ റോട്ടിയാം ഉതാർത്തി ഹെ തോ ഹാത്ത് ജൽ ജാത്താ ഹെ. ഈ ചീഞ്ചട്ടി, അതിൽ പത്തിരി ചുടുന്ന ചട്ടിയൊക്കെ, അതിൽ റൊട്ടി ഉണ്ടാക്കുന്ന സമയത്ത്, അതിൽ നിന്ന് ഇറക്കുന്ന സമയത്ത്, എടുക്കുന്ന സമയത്ത് കൈയൊക്കെ പൊള്ളാറുണ്ട് അവൻ്റെ ദാദിയുടെ. അഗർ വോ ചിമുട്ട ലേ ജാക്കർ ദാദി കോ ദേ ദേ തോ വോ കിത്നി പ്രസന്ന ഹോഗി. ആ കുഞ്ഞു മനസ്സിൽ ചിന്തിക്കുകയാണ്, ഈ ചിമുട്ട വാങ്ങിയിട്ട് ദാദിക്ക് കൊടുക്കുകയാണെങ്കിൽ എത്ര സന്തോഷം തോന്നും. ഫിർ ഉൻകി ഉംഗുലിയാ കബി ന ജലേഗി. പിന്നെ ഒരിക്കലും ദാദി അമ്മയുടെ വിരലുകൾ പൊള്ളില്ല. ഘർ മേ ഏക് കാം കി ചീസ് ഹോ ജായേഗി. അതുമാത്രമല്ല, വീടിന് ഉപകാരമുള്ള ഒരു ഉപകരണം കൂടിയാണ്. കിലോനെ സെ ക്യാ ഫായ്ദ. കളിപ്പാട്ടങ്ങൾ കൊണ്ടൊക്കെ എന്താണ് ഉപകാരമുള്ളത്? ഫായ്ദ, ഉപകാരം. വ്യർത്ഥ മേ പൈസ ഖരാബ് ഹോത്തെ ഹെ. അനാവശ്യമായിട്ട് പൈസ ചിലവാകും അതൊക്കെ വാങ്ങിയാൽ. സറാ ധേർ ഹി തോ ഖുഷി ഹോത്തി ഹെ. കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിയാൽ വളരെ കുറച്ച് നിമിഷം മാത്രമേ സന്തോഷം കിട്ടുകയുള്ളൂ. ഫിർ തോ ഖിലോനെ കാ കോയി ആങ്ക് ഉഠാക്കർ നഹി ദേഖ്ത. പിന്നെ കളിപ്പാട്ടങ്ങളൊക്കെ ആരും തിരിഞ്ഞു നോക്കില്ല. അങ്ങനെ അവൻ്റെ കുഞ്ഞു മനസ്സിൽ ദാദിയമ്മയുടെ അവസ്ഥയും ദാദിയമ്മയ്ക്ക് വേണ്ട സാധനങ്ങളും അതൊക്കെയാണ് അവൻ്റെ കുഞ്ഞു മനസ്സിൽ. അങ്ങനെ ചിമിട്ട വാങ്ങിയിട്ട് അവൻ്റെ ദാദിയമ്മയ്ക്ക് കൊടുക്കണം, ദാദിയമ്മയുടെ സന്തോഷം ഒക്കെയാണ് അവൻ്റെ മനസ്സിൽ, ആ കുഞ്ഞു മനസ്സിലുള്ളത്. കളിപ്പാട്ടങ്ങൾ വാങ്ങിയോ, യന്ത്രങ്ങളിൽ ഊഞ്ഞാലാടിയോ, മിഠായി വാങ്ങി തിന്നോ അവൻ, ആ കുഞ്ഞു പയ്യൻ ആസ്വദിച്ചില്ല. ആജ് കി കക്ഷ ഇത്തനാ ഹി. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ധന്യവാദ്.